നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തു. ഇന്നലെ ദിവസം വ്യാഴാഴ്ച അല്ലേ? അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച. നമുക്ക് ഇവിടുന്ന് മുസ്സൂറിയിൽ നിന്ന് ഇനി ഡെറാഡൂണിലേക്ക് പോകണം. ഡെറാഡൂണിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഡെറാഡൂണിൽ നിന്ന് വൈകിട്ട് ചണ്ഡീഗഡിലേക്കുള്ള ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് വൈകുന്നേരം 7:00-ക്കാണ്. അപ്പോൾ അതൊരു 3:30 ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോയാൽ മതി. അപ്പോൾ ജസ്റ്റ് റൂം ചെക്കൗട്ട് ചെയ്തു. കാരണം അവിടെ ചെക്കൗട്ട് ടൈമിങ് 10 മണിയാണ്. അപ്പോൾ റൂം ചെക്കൗട്ട് ചെയ്തിട്ട് ഇനിയിപ്പം ഇന്നിവിടെ പ്രത്യേകിച്ച് പണിയിടുന്നില്ല. ജസ്റ്റ് ഒന്ന് ടൗണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ടൈം പാസ് ചെയ്യാം മുസ്സൂറിയിൽ. അതിനുശേഷം ഒരു 3:30 ആകുമ്പോഴത്തേക്കും നമുക്ക് ബസ് പിടിച്ച് ഡെറാഡൂണിൽ പോയിട്ട് പിന്നെ ട്രെയിൻ കയറി പോകണ വഴി. അപ്പം നമ്മളിപ്പം ബാഗ് എടുത്ത് ഇറങ്ങിയത് ചെക്കൗട്ടിൻ്റെ പേരിൽ. ഇവിടെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഒരു ക്ലോക്ക് റൂമുണ്ട്. അപ്പം നമുക്ക് ബാഗ് അവിടെ വെച്ചിട്ട് ഭക്ഷണമെല്ലാം കഴിച്ച് ചായയെല്ലാം കുടിച്ച് ഒന്ന് മുസ്സൂറിൽ നടന്ന് കാണാം. ഇന്നലെ 2 ദിവസമായിട്ട് നടക്കുന്നതാണ്, എന്നാലും ഒരു സുഖമാണ് ഈ കാഴ്ചയെല്ലാം കണ്ട് നടക്കാൻ. മലകൾ മുസ്സൂറി നല്ല സുഖമാണ് കേട്ടോ. ചെറിയ തണുപ്പുണ്ട്, അതുകൊണ്ട് ജാക്കറ്റൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബാഗ് വെക്കാൻ പോവാം. ഇവിടുന്ന് ഉച്ച കഴിഞ്ഞ് പോകാൻ പ്ലാൻ ചെയ്തത്, പക്ഷേ ബസ് എപ്പോൾ വരും എപ്പോൾ പോകുന്നൊരു പിടിയില്ല. അതുകൊണ്ട് കാര്യം ചെയ്യണം, നമുക്ക് ഡെറാഡൂണിലേക്ക് തിരിച്ച് പോകാമെന്ന് വെച്ചു. ടിക്കറ്റ് എടുത്ത് ബസ്സിന് ഇവിടെ ചുമ്മാ പട്ടം കറങ്ങാം. ഡെറാഡൂണിൽ ചെന്നാലും പ്രത്യേകിച്ച് അതിനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡെറാഡൂണിലേക്ക് പോകാനുള്ള വേണ്ടിയാണ്. ബസ് വന്നിട്ടുണ്ട്. ബസ് വന്നെങ്കിൽ മാത്രമേ ഇവിടെ ടിക്കറ്റ് വരുള്ളൂ. കുറേ നേരം നിൽക്കണം, 1.5 മണിക്കൂറൊക്കെ നിൽക്കണം, ടിക്കറ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ 29 29:30 ഏറ്റവും പുറകില്ല. ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷനെത്തി. നല്ല വെയിലാട്ടോ. നമ്മൾ അവിടെയാണെങ്കിൽ തണുപ്പ് കാരണം ജാക്കറ്റ് ഇട്ടു. ഇവിടെ വന്ന ഉടനെ ആദ്യം ചെയ്ത് ജാക്കറ്റ് ഊരി. കുട്ട് വെയിൽ. ഡെറാഡൂണും മുസ്സൂറിയും തമ്മിൽ 30 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ രാവും പകലും പോലെയാണ് ക്ലൈമറ്റ് വ്യത്യാസം. നമുക്ക് വൈകുന്നേരം 7 മണിക്ക് ഇവിടുന്ന് ചണ്ഡീഗഡിലേക്കുള്ള ട്രെയിന്. അപ്പോൾ നമുക്ക് ബാഗ് ഇവിടെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് ഉച്ചയ്ക്കൊന്നും ഇവിടെ ചെയ്യാനുമില്ല. ഇവിടുന്നെല്ലാം നട്ട് ഉച്ചയ്ക്ക് വെയിൽ തനാണിക്കാനാണ്. നേരെ നമുക്കത് കഴിഞ്ഞ് നല്ല മൂവി കാണാൻ പോവാം. അങ്ങനെ നമ്മൾ എത്തിയതാണ് സെൻറ്റൂരിയോ മാൾ. നമ്മൾ വന്നതാണ് PVRലെ 4DS മൂവി കാണാൻ കേട്ടോ. തണ്ടർബോൾട്ട് 4DS മൂവി. ഇത് ഡെറാഡൂണിൽ CM ഹൗസിലേക്ക് പോകുന്ന വഴി കേട്ടോ. അവിടെയുള്ളൊരു മാളാണ് യൂണിസൺ സെൻറ്ററിയോ. കുഴപ്പമില്ല, അത്യാവശ്യം 7 നിലയുള്ള ചെറിയൊരു മാളാണ്. പിന്നെ തണ്ടർബോൾട്ട് മൂവിയായിരുന്നു. തണ്ടർബോൾട്ട്സ് അവഞ്ചേഴ്സിന് വന്നൊന്ന് സ്റ്റോറി എങ്ങോട്ടാണ് പോകുന്ന ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. നല്ല മൂവി കൊള്ളായിരുന്നു. ഇനി നമുക്ക് 5:30 ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം കേട്ടോ. നല്ല മഴ കേട്ടോ. ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇവിടെ മാറി നിർത്തിട്ട് പോയി. അങ്ങോട്ട് അലൗഡല്ലാന്നും പറഞ്ഞു. നമുക്ക് ആ ഫ്ലാഗിലേക്ക് അതിൻ്റെ അപ്പുറത്തെ വരെ ഇനി എത്തണം. നല്ല മഴയാണ്, ഇതിലങ്ങോട്ട് പോകാനുള്ള വഴിയില്ല. ഇനി മഴ തോടേണ്ടി വരുമല്ലോ. ന്യൂ മൊറിന്ദ ജംഗ്ഷൻ. നമുക്ക് എവിടെ ഇറങ്ങണ്ടായിരുന്നു? ചണ്ഡീഗഡ് ഇറങ്ങണ്ടായിരുന്നു. ചണ്ഡീഗഡ് ഇറങ്ങുന്നതിന് പകരം ഇറങ്ങിപ്പോയി. അതുകൊണ്ട് 60 കിലോമീറ്റർ നേരെ അടുത്ത സ്റ്റേഷനിൽ വന്നിറങ്ങി. ഇനി ഇവിടുന്ന് തിരിച്ച് ട്രെയിനൊന്നുമില്ല. അടുത്ത 8 മണിക്കൂറിൽ ഈ ജംഗ്ഷനിൽ നിന്ന് ട്രെയിനില്ല. അപ്പം എന്ത് കാണിക്കണം? നേരെ നമ്മൾ നടക്കുകയാണ്. എങ്ങോട്ടാന്ന് വെച്ചാൽ തൊട്ടപ്പുറത്തൊരു ഹൈവേ ഉണ്ട്. ഹൈവേയിലേക്ക് നടന്നിട്ട് ഹൈവേന്ന് അടുത്ത ബസ് കയറി നമുക്ക് ചണ്ഡീഗഡിലേക്ക് തിരിച്ചു പോകണം. 4-5 മണിക്കൂർ വേസ്റ്റായി. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ?
അതായത് ട്രെയിനിൽ നിന്ന് ഉറങ്ങിപ്പോയിട്ട് അതും അടുത്ത സ്ഥലത്ത് എത്തിയിട്ട് അവിടെ നിന്നൊരു ബസ് പോലും കിട്ടാത്ത, ബസ് കിട്ടുന്ന പറഞ്ഞാൽ ബസ് കിട്ടും, ഹൈവേ ആണ്, പക്ഷേ ട്രെയിനില്ല കേട്ടോ. ഇവിടെ ഇറങ്ങി ട്രെയിനിൽ പോകാൻ നോക്കിയതാണ്. ഇവിടെ നിന്നൊരു അത് ഇനി ഒരു സ്റ്റേഷൻ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നേരെ എത്തുന്നത് ലുധിയാനയാണ്, പഞ്ചാബ് എത്തിയാനെ. അപ്പോൾ അതായത് ഇങ്ങനൊരു അബദ്ധം പറ്റി. ഇനിയിപ്പോൾ നമുക്ക് നേരെ തിരിച്ചു നടന്നിട്ട് ഇതിൻ്റെ മുമ്പിലൊരു ഹൈവേ കാണിക്കുന്നുണ്ട്, ഹൈവേയിലേക്ക് നടന്നിട്ട് ഹൈവേയിൽ നിന്ന് വല്ല വണ്ടി വിട്ടുകയായിരിക്കും, ബസ് കിട്ടും, പക്ഷെ നിർത്തുമെന്നറിയില്ല. എന്നാലും നോക്കാം. ഇങ്ങനെയൊക്കെയല്ലേ യാത്രകളല്ലേ. അങ്ങനെ ഒരു 10-12 ആയപ്പോഴത്തേക്കും നമ്മൾ ഷിംല എത്തി കേട്ടോ. ഒരു പുതിയ ബസ് സ്റ്റാൻഡ് എത്തി. അവിടുന്ന് വേറെ ബസ് കയറി, നമ്മൾ ലോക്കൽ ബസ് കയറി പഴയ ബസ് സ്റ്റാൻഡ് എത്തി. ഇവിടുന്ന് ഹോട്ടൽ നോക്കി ഇച്ചിരി നടന്നു. 1-2 പേര് നമ്മളിട്ട് കളിപ്പിച്ചു. ആദ്യം വിളിച്ചിട്ട് ഇവിടെ പറഞ്ഞു ഹോട്ടൽ 1000 രൂപയ്ക്ക് റൂം വരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞു ഒരു ഹോട്ടൽ ഫുൾ പാക്കേജ് എടുക്കണം. നമ്മൾ പറഞ്ഞു നമുക്ക് പാക്കേജ് വേണ്ടെന്ന് പറഞ്ഞു. അത് പാക്കേജ് പറഞ്ഞത് 4 ദിവസത്തെ പാക്കേജ് ഫുള്ളും മണാലിയും കൂടെ 50,000 രൂപ. ഞാൻ കേട്ട ഉടനെ പറഞ്ഞു നിങ്ങളുടെ പാക്കേജ് കൈ വെച്ചോ, റൂം ഒറ്റയ്ക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വേറൊരു റൂം എടുത്തു, നമ്മൾ ഒരു ഹോട്ടൽ എടുത്തു. അതാണിത്, ഹോട്ടൽ തിരുപ്പതി നോർത്ത് ബാങ്ക് എസ്റ്റേറ്റ് ഫിംഗാസ്ക് ഷിംല 1. ഇതൊരു ഇച്ചിരി ഒരു ഹില്ലിനുള്ളിലാണ്, ചെറിയൊരു മലയുടെ മുകളിലാണ്. ഇവിടെയൊക്കെ ഹോട്ടലുകളാണ് കേട്ടോ. 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണ്. താഴെ കൂടെയാണ് റോഡ് പോകുന്നത്. ഇതിൻ്റെ താഴോട്ട് ഇറങ്ങാൻ വേണ്ടി ഷോർട്ട് വഴിയുണ്ട്, നടന്ന് നേരെ ഹൈവേയിൽ ഇറങ്ങാൻ വേണ്ടി. അപ്പം നമ്മളിവിടെ ഒരു മാൾ റോഡുണ്ട്, ആ മാൾ റോഡിനടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് മാൾ റോഡ്. അപ്പം നമ്മൾ എല്ലാം കഴിക്കണം. അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി വന്ന് കുളിച്ച് ഡ്രസ്സ് മാറി വലിയ കഴിച്ചു, ഫ്രഷായി. ഇനിയിപ്പം നമുക്ക് വല്ലതും കഴിക്കാൻ വേണ്ടിയിട്ട് ഈ മാൾ റോഡ് പോകാം കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഈ ഷിംല ഒന്ന് കാണാം. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് മെയിൻ റോഡിലോട്ട് പോകുന്ന വഴി കേട്ടോ. കുറേ കുരങ്ങന്മാരൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ, നല്ല പോയിൻ്റാണ്. ഇന്ന് കാലാവസ്ഥ കുഴപ്പമില്ല, നല്ല കാലാവസ്ഥയാണ്, ചെറിയ മൂടലും വെയിലൊക്കെ ആയിട്ട്. ഇതിവിടുന്ന് മെയിൻ മാൾ റോഡിലോട്ടുള്ള വഴിയാണിത്. ഇതാണ് ഷിംലയുടെ ഒരു ലൊക്കേഷൻ. ഇവിടുന്ന് ഈ താഴെ കാണുന്നത് നേരെ ചെല്ലുന്നത് മാൾ റോഡിലേക്ക്. മാൾ റോഡെന്ന് പറയുന്നത് താഴെയാണ് മാള്, ആ മാൾ റോഡുള്ളത്. ഇതൊരു മാള് ഉണ്ട്, ആ മാളിലേക്ക് പോകുന്ന വഴിയാണ് മാൾ റോഡ്. അതാണ് ഇവിടുത്തെ ഈവനിങ് സ്പെഷ്യലായിട്ടുള്ളൊരു പ്ലേസാണ്. നമ്മൾ ഇപ്പം ഇതിലെ താഴോട്ടേ പോവാം, ഇതിലേയും പോവാം. 2 വഴിയുണ്ട് നമുക്ക് മാൾ റോഡിലേക്ക് വട്ടം കറങ്ങാം. പക്ഷേ ഇതുണ്ടോ, ഇവിടെ നിന്നുള്ള വ്യൂസാണ് സൂപ്പർ. ഇതുണ്ടോ, ഇതിൽ ഇടയ്ക്കോടെല്ലാം വഴിയുണ്ട് കേട്ടോ, ഓരോ വീടുകളിലേക്കും താഴെ പോകാനുള്ള വഴി. ഇത് പാർക്കിംഗ് ഉള്ള സ്പോട്ടാണ്, മൊത്തം കമ്പി വെച്ച് കെട്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. ഇങ്ങോട്ടാണ് ടൗണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഈ വീട് വഴി കൂടി ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇതാണ് മാൾ റോഡ്. ഇവിടെ SBIയുടെ മെയിൻ ബ്രാഞ്ച് ഉണ്ട് ഷിംല. അതിന് മുന്നിൽ കൂടെയാണ് ഈ മാൾ റോഡ്. ഈ റോഡിന് സൈഡിലേക്ക് ഇരിക്കാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഇരിക്കാനുള്ള ബെഞ്ചുകളൊക്കെ. നല്ല വ്യൂ ആണ് താഴേക്ക്. എത്ര കേബിള്, കറണ്ട് കമ്പി, വേറെ കേബിളുകൾ. ഈ കറണ്ട് കമ്പിയും കേബിളും ഇതിൻ്റെ ഒരു ഭംഗി കളയുന്നത്. कैसे लग रहे जाते हैं 3, 3, 6, 12, 15, 18, 21, 25, 30, मिनिमम 30 होगा. സമയം രാവിലെ 8 മണി കേട്ടോ. നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇന്നലെ നമ്മൾ ഏകദേശം ഒരു 11:30 ആയപ്പം ഷിംലയിലെത്തിയതാണ്. പിന്നെ റൂമൊക്കെ അടുത്തുനിന്ന് കുളിച്ച് ഫ്രഷായി 2 മണിയാകുമ്പോൾ പുറത്തിറങ്ങി ലഞ്ച് കഴിച്ചു ഉടനെ മഴ പെയ്തു. പിന്നെ
മൊത്തം ഇന്നലെ മഴയായിരുന്നു കേട്ടോ. വൈകുന്നേരം ഒരു 7:30 ഒന്ന് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചിറങ്ങിയിട്ട് തൊട്ട് മുന്നിലുള്ള കടയിൽ നിന്ന് മൊമ്മ ഓടിപ്പിടിച്ച് കഴിച്ച് ഒരു കുപ്പി വെള്ളം മേടിച്ച് ഓടുകയത്. അതുകൂട്ട് മഴയായിരുന്നു. ഇന്ന് നല്ല മഴയ്ക്ക് ചാൻസ് ഉണ്ട്. മഴയ്ക്ക് വാണിങ്ങുണ്ട്. 80% മഴ കാണിക്കുന്നത്. രാവിലെ നമ്മൾ അന്നപ്പോൾ കുളിച്ചിട്ട് ഷിംലയിലെ കാഴ്ച കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ചായ കുടിച്ചിട്ട് ആദ്യം ഒരു ക്രൈസ്റ്റ് ചർച്ച് ഉണ്ട്. ക്രൈസ്റ്റ് ചർച്ച് ഷിംലയിലെ ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ്. അപ്പം നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ.